തിരുവനന്തപുരം കിളിമാനൂരിൽ അമിത വേഗത്തിലെത്തിയ ഥാർ ജീപ്പ് ബൈക്കിലിടിച്ച് യുവതി മരിച്ച സംഭവത്തിൽ പോലീസ് പ്രതികളെ രക്ഷിക്കാൻ ശ്രമിക്കുന്നുവെന്ന് പരാതി. കഴിഞ്ഞ ദിവസമുണ്ടായ അപകടത്തിൽ പുതുക്കേട് സ്വദേശിനി അംബികയാണ് മരിച്ചത്. നിർത്താതെ പോയ വാഹനത്തിൽ നിന്ന് ഒരാളെ നാട്ടുകാർ പിടികൂടി പോലീസിൽ ഏൽപ്പിച്ചിരുന്നു. ഇയാളെ പിന്നീട് സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടു. മറ്റ് പ്രതികളെ അറസ്റ്റ് ചെയ്തുമില്ല. വാഹനത്തിൽ നിന്ന് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥന്റെ തിരിച്ചറിയൽ കാർഡ് ലഭിച്ചതായി പറയുന്നുണ്ടെങ്കിലും ഇതേപ്പറ്റിയും കൂടുതൽ അന്വേഷണം നടന്നില്ല. പ്രതികൾ ലഹരി ഉപയോഗിച്ച് വാഹനം ഓടിച്ചാണ് അപകടമുണ്ടാക്കിയതെന്നാണ് നാട്ടുകാരുടെ ആരോപണം. കിളിമാനൂർ പാപ്പാലയിൽ ബൈക്ക് യാത്രക്കാരായ ദമ്പതിമാരെ ഇടിച്ചു തെറിപ്പിച്ച ശേഷം നിർത്താതെ പോയ ഥാർ ജീപ്പിലുള്ളവരെ കുറിച്ചുള്ള അന്വേഷണമാണ് ഇഴഞ്ഞു നീങ്ങുന്നത്. അപകടത്തിൽ മരിച്ച അംബികയുടെ മൃതദേഹം കഴിഞ്ഞ ദിവസമാണ് സംസ്കരിച്ചത്. കൂടെയുണ്ടായിരുന്ന ഭർത്താവ് രജിത്ത് ഇപ്പോഴും ചികിത്സയിലാണ്. അമിത വേഗത്തിലെത്തിയ ജീപ്പ് ബൈക്ക് യാത്രക്കാരെ ഇടിച്ചു തെറിപ്പിച്ച ശേഷം നിർത്താതെ പായുകയായിരുന്നു. റോഡിലേക്ക് തെറിച്ചു വീണ കടക്കൽ സ്വദേശി അംബികയുടെ ശരീരത്തിലൂടെ ജീപ്പ് കയറി ഇറങ്ങിയതായി ദൃക്സാക്ഷികൾ നടുക്കത്തോടെ ഓർക്കുന്നു. എന്നിട്ടും നിർത്താതെ പോയ വാഹനത്തിലെ ഒരാളെ നാട്ടുകാർ പിന്തുടർന്ന് പിടികൂടിയിരുന്നു. ഇയാളെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തെങ്കിലും പിന്നീട് സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയച്ചിരുന്നു. ഇയാളിൽ നിന്ന് ഒപ്പമുണ്ടായിരുന്ന മറ്റുള്ളവരെ കുറിച്ചുള്ള കൃത്യമായ വിവരങ്ങൾ ലഭിച്ചതായാണ് സൂചന. ഇരട്ടക്കുളത്ത് ഉപേക്ഷിച്ച നിലയിൽ പിന്നീട് ജീപ്പ് കണ്ടെത്തിയിരുന്നു. ജീപ്പിന്റെ ഉടമസ്ഥനെ പോലീസ് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. വാഹനം വാടകയ്ക്കെടുത്തതാണോ അതോ ഉടമ തന്നെയാണോ ഓടിച്ചിരുന്നത് എന്ന കാര്യം പരിശോധിച്ചു വരുന്നു എന്നാണ് പോലീസ് പറയുന്നത്. അപകട സമയത്ത് പ്രതികൾ ലഹരി ഉപയോഗിച്ചിരുന്നോ എന്ന് പോലീസ് സംശയിക്കുന്നുണ്ട്. വാഹനം നിർത്താതെ അമിതവേഗത്തിൽ പോയതും വിജനമായ സ്ഥലത്ത് ഉപേക്ഷിച്ചതും ഈ സംശയം ബലപ്പെടുത്തുന്നു. കിളിമാനൂർ മുതൽ വാഹനം ഉപേക്ഷിച്ച അടയമൺ വരെയുള്ള റോഡുകളിലെ CCTV ദൃശ്യങ്ങൾ പോലീസ് ശേഖരിച്ചിട്ടുണ്ട്. മനഃപൂർവ്വമല്ലാത്ത നരഹത്യ ഉൾപ്പെടെയുള്ള വകുപ്പുകൾ പ്രകാരമാണ് ഇപ്പോൾ പോലീസ് കേസെടുത്തിരിക്കുന്നത്. എന്നാൽ ശക്തമായ വകുപ്പുകൾ ഉൾപ്പെടുത്തി കേസ് എടുക്കണം എന്നാണ് മരിച്ച അംബികയുടെ കുടുംബം ആവശ്യപ്പെടുന്നത്. ഈ ആവശ്യമായി കുടുംബം ഉന്നത അധികാരികൾക്ക് പരാതി നൽകും. ന്യൂസ് 18 കിളിമാനൂർ. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.